2021 ധനമന്ത്രി തോമസ് ഐസക് ബജറ്റ് അവതരണം തുടങ്ങിയത് ഒരു കവിതയിലൂടെയായിരുന്നു. അതിജീവനത്തിന്റെ പാഠം പകർന്നു നൽകിയ സ്നേഹയുടെ കവിതയായിരുന്നു അത്. 4 വർഷത്തിനിപ്പുറം നടക്കുന്ന കലോത്സവത്തിലെ കവിതാ രചനയിലും താരമാണ് സ്നേഹ. നേരം പുലരുകയും സൂര്യൻ സർവ്വതേജസ്സോടെ ഉദിക്കുകയും കനിവാർന്ന പൂക്കൾ വിരിയുകയും വെളിച്ചം ഭൂമിയെ സ്വർഗമാക്കുകയും ചെയ്യും. നാം കൊറോണയ്ക്കെതിരെ പോരാടി വിജയിക്കുകയും ആനന്ദം നിറഞ്ഞ പുലരിയെ തിരികെ എത്തിക്കുകയും ചെയ്യും. ഈ വരികൾ മലയാളികൾ മറക്കാനിടയില്ല. 2021 ബജറ്റിൽ അവതരിപ്പിച്ച കവിത എഴുതിയ സ്നേഹ ഇവിടെയുണ്ട്. നിങ്ങൾ അറുത്തുമാറ്റിയ വേരുകൾ മണ്ണിൽ ഒരടയാളമായി കിടക്കുന്നു. നിങ്ങൾ അറുത്തുമാറ്റിയ വേരുകൾ മണ്ണിൽ ഒരടയാളമായി കിടക്കുന്നു. കാലത്തിൻ്റെ ഗതികെട്ട പോക്കിൽ ശൂന്യത തഴമ്പിച്ചിരിക്കുന്നു. കാലത്തിൻ്റെ ഗതികെട്ട പോക്കിൽ ശൂന്യത തഴമ്പിച്ചിരിക്കുന്നു. ആളിക്കത്തിയ തീ അണഞ്ഞിരിക്കുന്നു. ആളിക്കത്തിയ തീ അണഞ്ഞിരിക്കുന്നു. ഹൃദയമിടിപ്പുകളിൽ ഭയം ഞെരിഞ്ഞമരുന്നു. ഹൃദയമിടിപ്പുകളിൽ ഭയം ഞെരിഞ്ഞമരുന്നു. 4 വർഷങ്ങൾക്കിപ്പുറവും സ്നേഹയുടെ കവിതകൾ നിലയ്ക്കാതെ ഒഴുകുകയാണ്. കവിതാ മത്സരത്തിൽ പുതിയ കാലത്തെ അടയാളപ്പെടുത്തി സ്നേഹ വരികൾ എഴുതുന്നതും അന്ന് 8ാം ക്ലാസ്സുകാരിക്ക് ലഭിച്ച അംഗീകാരത്തിന്റെ തുടർച്ചയെന്നോണമാണ്. ഐസക് സാറ് അന്ന് ആ കവിത വായിക്കുകയും പിന്നീട് ഉണ്ടായ സംഭവങ്ങളും സ്കൂളും വീടും ഒക്കെ കാരണമാണ് ഇപ്പം ഇന്നിവിടെ നിൽക്കുന്നത്. ഒരുപക്ഷെ അത് നടന്നില്ലെങ്കിലും എഴുതുമായിരിക്കും, പക്ഷെ ഇത്ര പെട്ടെന്ന് എത്തുകയില്ല. അപ്പോൾ ആ നിമിഷം ഇപ്പോഴും ആലോചിക്കുമ്പോൾ ഭയങ്കര പ്രൗഡായി തോന്നുന്നു. ഇത് ഞാൻ ഇപ്പോൾ +2 പഠിക്കണം. അപ്പോൾ ഇതോടെ എൻ്റെ സ്കൂൾ കാലവും കഴിയണം. അപ്പോൾ അവസാനത്തെ കലോത്സവത്തിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. തോമസ് ഐസക് ബജറ്റിൽ അവതരിപ്പിച്ച കവിത കേരളം അന്ന് ഒരുപാട് ചർച്ച ചെയ്തു. പിന്നീട് സ്നേഹയ്ക്ക് മുന്നിൽ തുറന്നത് വിശാലമായ എഴുത്തിന്റെ ലോകം. ആ കവിത വന്നത് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അതിനു മുമ്പുള്ള ലൈഫും ഇപ്പോഴുള്ള ലൈഫും ഭയങ്കര വ്യത്യാസമാണ് തോന്നുന്നുണ്ട്. എൻ്റെ ലോകം കുറച്ചുകൂടി വിശാലമായിന്ന് സ്കൂളിന് അന്ന് പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം 7 കോടി രൂപ അനുവദിച്ച് ഇന്നിപ്പോൾ സ്കൂൾ എല്ലാ രീതിയിലും പണി പൂർത്തിയായി ഹൈടെക് കെട്ടിടമായി മാറിയിട്ടുണ്ട്. ഐസക് സാറ് വീടിനെ പറ്റി കൂടി ചിന്തിച്ച് അതുകൂടി ചെയ്തു. അപ്പോൾ അതിന് ഒരുപാട് സന്തോഷം. കവിതാ മത്സരത്തിൽ എ ഗ്രേഡും വാങ്ങി ആലത്തൂർ ASMM സ്കൂളിന്റെ അഭിമാനമായാണ് സ്നേഹയുടെ മടക്കം. 8ാം ക്ലാസ്സിലാണ് അതിജീവനത്തിന്റെ പാഠം മലയാളികൾക്ക് സ്നേഹ പകർന്നു നൽകിയത്. ഇന്ന് സ്നേഹയുടെ ലോകം വിശാലമാണ്. ഒപ്പം കവിതകൾ നിലയ്ക്കാതെ തുടരുന്നു. ക്യാമറമാൻ അയ്യപ്പദേവനോടൊപ്പം അർച്ചന വിനോദ്, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.